സ്വർണം ആഭരണമായി മാത്രമല്ല സ്ഥിര നിക്ഷേപമായും ദിനംപ്രതി മൂല്യം ഉയർന്നുകൊണ്ടിരിക്കുന്ന ആസ്തിയായുമാണ് ലോകത്ത് ജനങ്ങൾ കാണുന്നത്. സ്വർണത്തിനോടുള്ള പ്രിയം മറ്റു രാജ്യങ്ങളിലെ ജനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലുള്ളവർക്കാണ് കൂടുതലെന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഉപയോഗിക്കപ്പെടാത്ത സാമ്പത്തിക ആസ്തികളിൽ ഒന്നായ സ്വർണം ഇന്ത്യൻ കുടുംബങ്ങളുടെ കൈവശമാണുള്ളത്. ഇന്ത്യൻ കുടുംബങ്ങളിലെ സ്ത്രീകളുടെ പക്കലാണ് ഉപയോഗിക്കുന്നതിനല്ലാതെ ആസ്തിയായി സ്വർണം കൂടുതലുള്ളതെന്നും കണക്കുകൾ പറയുന്നുണ്ട്. അത് ഏകദേശം ലോകത്തിലെ സ്വർണത്തിന്റെ 11% വരുമെന്നും കണക്കുകൾ പറയുന്നു. ഈ 11% എന്ന് പറയുന്നത് 25,000 ടണ്ണോളം വരുമെന്നാണ് വിവരം. ഇത്തരത്തിലുള്ള സ്വർണം അമേരിക്കയിലെയും ഇറ്റലിയിലെയും ഫ്രാൻസിലെയും റഷ്യയിലെയും മൊത്തം സ്വർണത്തിന്റെ കരുതൽ ശേഖരത്തെക്കാൾ വരുമെന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന്. കാരണം ഈ സ്വർണം ഇന്ത്യയിലെ കുടുംബങ്ങളുടെ കൈവശമാണുള്ളത്. കേവലം 800 ടൺ സ്വർണം ഔദ്യോഗികമായി ഇന്ത്യയുടെ കൈവശമുള്ളിടത്താണ് ഇന്ത്യയിലെ കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലുമായി 25,000 ടൺ സ്വർണം നിക്ഷേപമായുള്ളത്. ലോകത്തിലെ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ കൈവശം പോലും 8,133 ടൺ സ്വർണം മാത്രമാണ് ഔദ്യോഗികമായുള്ളത്. ജർമ്മനിയുടെ പക്കലാകട്ടെ 3,355 ടൺ സ്വർണവുമുണ്ട്. ഇന്ത്യയുടെ ഔദ്യോഗിക കരുതൽ ശേഖരം 800 ടൺ മാത്രമാണ്. 25,000 ടൺ വരുന്ന ഈ സ്വർണ്ണ സമ്പത്ത് ഇന്ത്യൻ കുടുംബങ്ങൾ ധരിച്ചു നടക്കാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നതത്രേ. ലോകത്തിലെ ഏറ്റവും വലിയ ഉപയോഗിക്കപ്പെടാത്ത സാമ്പത്തിക ആസ്തികളിൽ ഒന്നായാണ് അവർ സ്വർണത്തെ കാണുന്നതും സംരക്ഷിക്കുന്നതും വാങ്ങിച്ചു കൂട്ടുന്നതും. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെയും വ്യവസായ വിദഗ്ധരുടെയും കണക്കുകൾ പ്രകാരം ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ വീടുകളിൽ ഏകദേശം 25,000 ടൺ സ്വർണം കൈവശം വെച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുമ്പോൾ നിലവിലെ വിലയിൽ ഇത് ഏകദേശം 2.3 മുതൽ 2.4 ലക്ഷം കോടി ഡോളറിലധികം വില മതിക്കുന്നു എന്നും ഇത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ 6 ഇരട്ടി വലിപ്പം വരുമെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. കൂടാതെ നിരവധി വികസിത രാജ്യങ്ങളുടെ GDP-യേക്കാൾ മുകളിലുമാണ്. സ്വർണത്തിന് തീ പിടിച്ച വില വന്നിട്ടും സ്വർണത്തിനോടുള്ള പ്രിയം കൂടുന്നതല്ലാതെ ആരും സ്ഥിര നിക്ഷേപമായ സ്വർണത്തെ വിറ്റ് പണമാക്കാനോ മറ്റ് ആസ്തികളാക്കാനോ ശ്രമിക്കുന്നില്ലെന്നും സാമ്പത്തിക വിദഗ്ധരുടെ പഠനങ്ങളിൽ പറയുന്നു. അതിനൊരു കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് സ്വർണത്തിന് കുതിച്ചുയരുന്ന വില തന്നെയാണ്. സ്ഥിര നിക്ഷേപമായ സ്വർണത്തിന്റെ ആകർഷണം സംസ്കാരത്തിനും പാരമ്പര്യത്തിനും അതീതമാണെന്ന് വിദഗ്ധർ പറയുന്നു. പണപ്പെരുപ്പം, വ്യാപാര യുദ്ധങ്ങൾ, ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ എന്നിവയാൽ അസ്ഥിരമായ ഒരു ലോകത്ത് അനിശ്ചിതത്വത്തിനെതിരെ സ്വർണം വിശ്വസനീയമായ ഒരു ആസ്തിയായി തുടരുന്നു. വിപണിയിലെ ചാഞ്ചാട്ടത്തിനിടയിൽ നിക്ഷേപകർ സ്വർണത്തിൽ നിക്ഷേപം നടത്താനാണ് കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും. പണത്തിന്റെ മൂല്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോഴും സ്വർണത്തിന്റെ മൂല്യം ഉയരുന്നത് കൊണ്ട് തന്നെ സ്വർണത്തോടുള്ള ആകർഷണവും കൂടുന്നു. സ്വർണം പതിറ്റാണ്ടുകളായി അതിന്റെ മൂല്യം നിലനിർത്തുന്നു. ഇത് പണാഘാതത്തിൽ നിന്ന് കുടുംബങ്ങളെ സംരക്ഷിക്കുന്നു. മാത്രവുമല്ല, ഇന്ത്യയിൽ വായ്പകൾക്ക് ഈടായി സ്വർണം വ്യാപകമായി ഉപയോഗിക്കുന്നു എന്നതും സ്വർണത്തിന്റെ മൂല്യം ഇരട്ടിയാക്കുന്നതിനുള്ള മറ്റൊരു ഘടകമാണ്. ഇന്ത്യയിലെ കുടുംബങ്ങളിൽ സ്വർണം വെറും അലങ്കാര സമ്പത്ത് മാത്രമല്ല, അതൊരു സാമ്പത്തിക സുരക്ഷാ വലയം കൂടിയാണ്. പരമ്പരാഗത സർക്കാരുകൾ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ, ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമുകൾ തുടങ്ങിയ പദ്ധതികളിലൂടെ ഗാർഹിക സ്വർണം സമാഹരിക്കാൻ ശ്രമിച്ചിരിക്കുന്നുണ്ടെങ്കിലും ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഈ സംവിധാനം ഉപയോഗിക്കുന്നത്. സ്വർണത്തോടുള്ള വൈകാരിക അടുപ്പം, സ്ഥാപനങ്ങളിലുള്ള വിശ്വാസക്കുറവ്, വിലനിർണ്ണയ ആശങ്കകൾ എന്നിവയാണ് ഇതിന് പ്രധാന തടസ്സമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിരുന്നാലും ഈ വലിയ സ്വർണ ശേഖരം ഔപചാരിക സാമ്പത്തിക ഉപകരണങ്ങളിലേക്ക് മാറ്റുന്നത് പോലും ഇന്ത്യയുടെ കനത്ത സ്വർണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുമെന്നും കറന്റ് അക്കൗണ്ട് കമ്മിയിലെ സമ്മർദ്ദം കുറയ്ക്കുമെന്നും നിഷ്ക്രിയ സമ്പത്തിനെ ഉൽപാദനപരമായ നിക്ഷേപത്തിലേക്ക് നയിക്കുമെന്നും ചില വിദഗ്ധർ വാദിക്കുന്നു. ആഗോള അനിശ്ചിതത്വങ്ങൾ ഉയരുകയും സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തുകയും ചെയ്യുമ്പോഴും മഞ്ഞലോഹത്തോടുള്ള ഇന്ത്യയുടെ അഭിനിവേശം ഒരു പൊടിക്കെങ്കിലും കുറയുന്നതിന്റെ യാതൊരു ലക്ഷണവും കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആളുകൾക്ക് സ്വർണത്തോടുള്ള പ്രിയം വർദ്ധിച്ചു വരികയുമാണ്. ഇന്ത്യൻ സ്ത്രീകൾ സ്വർണം കൈവശം വെക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് വൈകാരികമായും പാരമ്പര്യവുമായ പല കാരണങ്ങളും ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഇത്രയും മൂല്യം വരുന്ന സമ്പത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിച്ചാൽ ഇന്ത്യൻ എക്കണോമിയിൽ അത് വലിയ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സാമ്പത്തിക വിദഗ്ധർക്ക് പോലും എതിരഭിപ്രായമില്ല.